തമിഴ് സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത മികച്ച രണ്ട് സംവിധായകരാണ് മണിരത്നവും ശങ്കറും. കഥ പറച്ചിലിലെ പുതുമയും മേക്കിങ്ങിലെ മാജിക്കും കൊണ്ടാണ് മണിരത്നം പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയതെങ്കിൽ ബ്രഹ്മാണ്ഡ മേക്കിങ്ങിലൂടെയാണ് ശങ്കർ എന്നും സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ചത്. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ അഭിമാനമെന്ന് പലരും വിശേഷിപ്പിച്ച രണ്ട് സംവിധായകരും ഇപ്പോൾ ട്രോൾ മെറ്റീരിയലായി മാറിയെന്ന് തന്നെ പറയാം. ഇന്ത്യൻ 2, ഗെയിം ചേഞ്ചർ എന്നീ മോശം സിനിമകളിലൂടെ ശങ്കർ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. അപ്പോഴും മണിരത്നം അത്തരത്തിലൊരു ട്രോൾ മെറ്റീരിയൽ ആകുമെന്ന് ആരും കരുതിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ തഗ് ലൈഫ് ആ പ്രതീക്ഷകളെയും തകിടം മറിച്ചിരിക്കുകയാണ്. മണിരത്നത്തിന്റെ കരിയറിലെ ഏറ്റവും മോശം സ്ക്രിപ്റ്റ് ആണെന്നാണ് പലരും തഗ് ലൈഫിനെ വിശേഷിപ്പിക്കുന്നത്. വലിയ താരനിരയും ഗംഭീര ടെക്നീഷ്യന്മാരും അണിനിരന്നിട്ട് കൂടി പ്രേക്ഷകർ തഗ് ലൈഫിനെ കൈയൊഴിയുകയാണ്. അതിന് പലരും ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പോയിന്റ് സിനിമയുടെ തിരക്കഥ തന്നെ. കമലഹാസനും മണിരത്നവും ചേർന്നെഴുതിയ തിരക്കഥ പ്രേക്ഷകരിലേക്ക് ഒട്ടും കണക്റ്റ് ആയിട്ടില്ലെന്നാണ് വിമർശനം. ഗ്യാങ്സ്റ്റർ സിനിമകളിൽ കാലങ്ങളായി കണ്ടുവരുന്ന പല ഘടകങ്ങളും ചേർന്ന സ്ക്രിപ്റ്റിൽ യാതൊരു പുതുമയും ഇല്ലായിരുന്നു. 101% പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കഥയിലെ ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ പ്രേക്ഷകരിൽ ചിരിയാണ് ഉണർത്തിയത്. ഒപ്പം അനാവശ്യമായ റൊമാൻസ് സിനിമയുടെ ഫ്ലോ ഇല്ലാതാക്കുകയും ചെയ്തു. AR റഹ്മാന്റെ സംഗീതവും കമലഹാസൻ, സിലംബരസൻ എന്നിവയുടെ പ്രകടനവുമാണ് സിനിമയെ താങ്ങി നിർത്തിയത്. എന്നാൽ സ്ക്രിപ്റ്റിന്റെ ബലമില്ലായ്മ അതിനെയും തകർത്തു. ഓരോ സിനിമയിലും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന മണിരത്നത്തിന് തഗ് ലൈഫിൽ പിഴച്ചെന്നാണ് പലരുടെയും അഭിപ്രായം. പഴകിത്തേഞ്ഞ തിരക്കഥയിൽ ശങ്കർ ഒരുക്കിയ ഇന്ത്യൻ 2 കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ട്രോൾ മെറ്റീരിയൽ ആയിരുന്നു. അതേ പാതയിൽ ഈ വർഷവും മണിരത്നം എത്തിയപ്പോൾ വെറ്ററൈൻ സംവിധായകരുടെ കോളം പൂർത്തിയായെന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം. എന്നാൽ ഇതിൽ നിന്ന് തമിഴ് സിനിമയെ കൈപിടിച്ചുയർത്താൻ ലോകേഷിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത്. തുടർച്ചയായി 2 ഇൻഡസ്ട്രി ഹിറ്റൊരുക്കിയ ലോകേഷ് തമിഴിലെ ബ്രാൻഡ് സംവിധായകനായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് ഒരുക്കുന്ന കൂലി ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയമാകുമെന്നാണ് പ്രതീക്ഷ. അതിനെന്തായാലും ഓഗസ്റ്റ് 14 വരെ കാത്തിരിക്കാം.